ഹലോ നമസ്കാരം വണക്കം വന്ദനം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ഞെക്കി പൊട്ടിക്കുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കുറച്ച് വ്യത്യസ്തമായ വീഡിയോസൊക്കെ നിങ്ങൾക്ക് മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതായിരിക്കും. ഞാനിവിടെ ഇൻട്രോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഹയർ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് പ്രവേശനോത്സവമാണ്. അപ്പോൾ പുതുതായിട്ട് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് നല്ലൊരു ആശംസ അറിയിക്കുകയാണ്. ഇന്ന് പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായി മടത്തറ പുഷ്പഗിരി സ്കൂളിൽ ഒരു ഉദ്ഘാടനവും അതിനോടനുബന്ധിച്ച് ഒരു ചെറിയ മാജിക് പ്രോഗ്രാമും ചെയ്യുവാനായി എന്നെ ക്ഷണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ കല്യാണം കഴിഞ്ഞൊരു 3-3.5 കൊല്ലമായെങ്കിലും എൻ്റെ സ്റ്റേജ് പ്രോഗ്രാം മാജിക് ഷോ അൽഫി നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ നേരിട്ട് കാണണമെന്ന് പറഞ്ഞ് അൽഫിയും കൂടി എൻ്റെ ഇവിടെ വരാൻ വേണ്ടി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അൽഫിയുണ്ട്, ഹൈറും ഉണ്ട്. അപ്പോൾ മാജിക് എന്ന് പറയുമ്പോൾ വലിയൊരു ഷോ ആയിട്ട് കണക്കാക്കരുത്, ഒരു ചെറിയ ഉദ്ഘാടന പരിപാടിയാണ്. ഒരു 10-15 മിനിറ്റുള്ള പരിപാടിയാണ്. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു ബാഗിൽ കൊള്ളാവുന്ന സാധനം മാത്രമേ ഉള്ളൂ. ചെറിയ കുട്ടികളല്ലേ, 1 വയസ്സ് മുതൽ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള ചെറിയ കുട്ടികളാണുള്ളത്. നമ്മുടെ നല്ല മാജിക് സാധനങ്ങളൊക്കെ ഈ ബോക്സിലാണുള്ളത്. അതിൻ്റെ സാധനങ്ങളൊക്കെയാണ് ഈ ഇരിക്കുന്നതൊക്കെ. അപ്പോൾ അതിന് ഒന്നും അടിക്കൊന്നും വെച്ചിട്ടില്ല. നമുക്ക് വേണ്ട സാധനങ്ങൾ മാത്രം എടുത്തിട്ട് അതങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിലാണ് നമ്മുടെ സാധനങ്ങൾ ഉള്ളത്. ബാഗിൻ്റെ അകത്താണ് നമ്മുടെ മാജിക്കിൻ്റെ ആയിട്ടുള്ളത്. ഇത് നമ്മുടെ മേശയിലൊക്കെ വിരിക്കേണ്ട ഒരു വിരിപ്പാണ്. അപ്പോൾ ഞങ്ങൾ പോകാൻ പോവുകയാണ്. 8:30-ക്ക് എത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. രാവിലെയാണ് പരിപാടി. അപ്പോൾ 8:15 അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. നമ്മൾ റെഡിയായി. അപ്പോൾ ഹയറും രാവിലെ യാത്ര പോകാൻ ഭയങ്കര ഇഷ്ടമാണ് ഹയറുവിന്. ഹയർ രാവിലെ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് പോകാം. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം. സാധനങ്ങളൊക്കെ ഉണ്ട്. അത് വരുന്നില്ലേ? ഓക്കെ, പോവാം. അപ്പോൾ ഞങ്ങളിപ്പോൾ കൊല്ലായിൽ എത്തിയിട്ടുണ്ട്. ഹയർ അടങ്ങിയിരി, വണ്ടി കയറിയ നിൻ്റെ കുരുത്തക്കേട് ഇപ്പോൾ നോക്കിയോ. സൂചി വയ്ക്കുന്നില്ല, സൂചി. അപ്പോൾ ഇവിടെ വന്നപ്പോൾ മാമിയൊന്നും പ്രോഗ്രാം കണ്ടിട്ടില്ല. അപ്പോൾ അവർക്ക് കൂടെ വരണമെന്ന് ആഗ്രഹം പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിൽക്കുകയാണ് കൊല്ലായിൽ. നമ്മളെ വീട് നിങ്ങൾക്ക് കാണാം, അൽഫിയുടെ വീട്. അപ്പോൾ അവരിപ്പോൾ ഇറങ്ങി വരും. അപ്പോൾ അവരെയും കൊണ്ട് നമുക്ക് നേരെ സ്കൂളിലേക്ക് പോവാം. ഇവിടുന്ന് ഒരു 2 മിനിറ്റ് തന്നെ ഉള്ളൂ നമ്മുടെ സ്കൂളിലേക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഞങ്ങൾ ഈ സ്കൂളിലേക്ക് എത്തിയിരിക്കുകയാണ്. രക്ഷിതാക്കളും കുട്ടികളൊക്കെ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതൊരു ചെറിയ സ്കൂളാണ്. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള ചെറിയ സ്കൂളാണ്. പുതിയ അഡ്മിഷനും ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളും ഇവിടെ നിലവിലുണ്ട്. അപ്പോൾ എന്നെ ഇവിടേക്ക് ക്ഷണിച്ചത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായ സൂരജാണ്. അദ്ദേഹം ഒരു കലാകാരനാണ്, മിമിക്രി ആർട്ടിസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഉള്ളിലെ വിശേഷങ്ങളൊക്കെ കാണാം. ഞങ്ങൾ എത്തിയ സമയത്ത് പുതുതായിട്ട് അഡ്മിഷൻ എടുത്ത കുട്ടികളെയും അവിടെ ഓൾറെഡി പഠിച്ച് അടുത്ത ക്ലാസ്സിലേക്ക് ആയ കുട്ടികളെയും അവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഓരോരുത്തരും അവരുടെ കഴിവുകൾ അവിടെ പ്രകടിപ്പിക്കുകയാണ്. ഓരോ കുട്ടികൾ പാട്ട് പാടുന്നവർ ഉണ്ട്. അവരവരുടെ കഴിവുകൾ അവരവിടെ കാണിക്കുകയാണ്. എന്തായാലും എനിക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ മാജിക്കിൻ്റെ സാധനങ്ങളെല്ലാം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവരുടെ ആ ഒരു സ്കൂൾ തുറന്ന് വന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് അവർ തന്നെ ഒന്ന് പരിചയപ്പെട്ട് പാട്ടൊക്കെ പാടി തുടങ്ങുന്നത്. ഇവരുടെ ഈ പരിപാടി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ ഞാൻ എൻ്റെ മാജിക് ഇവിടെ തുടങ്ങുന്നതായിരിക്കും. ഹൈറും അൽഫിയും ഇവിടെ ഉണ്ട്. അപ്പോൾ അവരും എൻ്റെ മാജിക് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എന്തായാലും നമുക്ക് മാജിക്കിലേക്ക് കടക്കാം. Can you feel it?
ഉറച്ചു പറയും. നമസ്കാരം. നമസ്കാരം. ഓക്കെ, എല്ലാവർക്കും സുഖമാണോ? സുഖമാണോ? ഇവിടെ അപ്പോൾ പുതുതായിട്ട് പഠിക്കാൻ വന്ന കുറേ കുട്ടികളുണ്ട്, ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ട്, അവരുടെ രക്ഷിതാക്കളുണ്ട്, ഒരുപാട് പേരുണ്ട് അല്ലേ? അല്ലേ? അപ്പൊ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ, അടുത്തടുത്ത് ഉണ്ടല്ലോ. പുതിയ ഉടുപ്പൊക്കെ ഇട്ട്, പുതിയ ബാഗ് കാണിച്ച്, പുതിയ ചെരുപ്പ്, പുതിയ ബുക്കുകൾ അല്ലേ? മാജിക് എല്ലാവർക്കും ഇഷ്ടമാണോ? മാജിക് എന്താണെന്ന് അറിയാമോ? എന്താണ് മാജിക്? വാട്ട് ഇസ് മാജിക്? കുട്ടിച്ചാത്തൻ അല്ലേ? അല്ലേ? കുട്ടിച്ചാത്തൻ അല്ലേ? ചെറിയൊരു അമാനുഷ്യ ശക്തിയുള്ള ഒരാളല്ലേ? അല്ലേ? അതാണ് മാജിക്. എന്നാൽ അതല്ല മാജിക്. മാജിക് ഈസ് ഓൺലി ആൻ ആർട്ട്. അത് മനോഹരമായ ഒരു കലാപ്രകടനം മാത്രമാണ് ജാലവിദ്യ. ഭാഷാ പണ്ഡിതന്റെയോ തത്വജ്ഞാനിയുടെയോ സൈനിക മേധാവിയുടെയോ ബുദ്ധിമണ്ഡലത്തിൽ ഉദയം ചെയ്യാൻ സാധ്യതയില്ലാത്ത പല ആശയങ്ങളുടെയും ഒരു കൂട്ടായ റൂമാണ് ഇന്ദ്രജാലം. ഇത് കുട്ടിക്കുരങ്ങന്റെ വാലായിട്ട് സങ്കല്പിക്കണം. എന്താണ് കുട്ടിക്കുരങ്ങന്റെ വാല്? ഇത് കുട്ടിക്കുരങ്ങന്റെ അമ്മയുടെ വാലായിട്ട് സങ്കല്പിക്കണം. ഏറ്റവും വലിയ റോപ്പ് ഇത് കുട്ടിക്കുരങ്ങന്റെ അച്ഛന്റെ വാലായിട്ട് സങ്കല്പിക്കണം. അപ്പൊ നിങ്ങളെ പോലെ തന്നെ കളിയും ചിരിയും തമാശകളൊക്കെ നിറഞ്ഞ ശേഷം കുട്ടിക്കുരങ്ങൻ അച്ഛനെയും അമ്മയെയും കെട്ടിപ്പിടിച്ച് നല്ല ഉറക്കത്തിലാണ്. അതുപോലെ അമ്മയും നല്ല ഉറക്കത്തിലാണ്, അച്ഛനും നല്ല ഉറക്കത്തിലാണ്. രാത്രിയുടെ 7-ാമത്തെ കുട്ടിക്കുരങ്ങൻ ഒരു സ്വപ്നം കണ്ടു. വ്യത്യസ്ത നീളമുണ്ടായിരുന്നവരുടെ 3 പേരുടെയും വാലുകൾ ഏകദേശം ഒരേ നീളമുള്ളതായി തീർന്നിരിക്കുന്നു. കുട്ടിക്കുരങ്ങന് വിശ്വസിക്കാൻ സാധിച്ചില്ല. കുട്ടിക്കുരങ്ങൻ മാറി നോക്കി. ശരിയാണ്, അവരുടെ വാലുകൾ ഏകദേശം ഒരേ നീളമുള്ളതായി തീർന്നിരിക്കുന്നു. കുട്ടിക്കുരങ്ങൻ അവരോടൊപ്പം ചേർന്ന് നോക്കി. ശരിയാണ്, അവരുടെ വാലുകൾ ഏകദേശം ഒരേ നീളമുള്ളതായി തീർന്നിരിക്കുന്നു. യഥാർത്ഥത്തിൽ എന്താണ് കുട്ടിക്കുരങ്ങൻ? ഉറക്കത്തിലാണ്. അമ്മയും അച്ഛനും ഉറക്കത്തിലാണ്. കുട്ടിക്കുരങ്ങൻ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു. വാലിന് പഴയ നീളം, കുട്ടിക്കുരങ്ങന്റെ അമ്മയുടെ വാലിന് പഴയ നീളം, കുട്ടിക്കുരങ്ങന്റെ അച്ഛന്റെ വാലിന് പഴയ നീളം. ഇഷ്ടപ്പെട്ടില്ലേ? അതിഥിയ നല്ലൊരു കൈയിടും എല്ലാവരും. അടുത്ത ഗുണനാണ്. മോനെ നല്ലൊരു കൈയിടുക്കണം എല്ലാവരും. അപ്പൊ നമ്മള് ഇവിടെ വെച്ചൊരു ചെറിയൊരു മാജിക് ചെയ്യാണ്. ഒരു കൈയിടണം കേട്ടോ. ഇവര് മാന്ത്രികരാകാൻ പോവുകയാണ്. ഒരു കയ്യടി എടുക്ക്. അവിടെ ഇരിക്കും. അവൻ തപ്പിയപ്പോ ഇല്ല. അവനിപ്പോ ദേഷ്യമൊക്കെ വരും. അഭി കൈയിടുമ്പോ അഭിയില് മാജിക്കിന്റെ മന്ത്രം ചൊല്ലിയിട്ട് ചിലപ്പോ ചെയ്തു നോക്കിയാൽ ശരിയാവും. ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ഓർത്ത് വെച്ചു കേട്ടോ. മന്ത്രം ചൊല്ലില്ല, ഞാൻ മറന്നു വരാം. മന്ത്രം ചൊല്ലിയാലേ നമുക്ക് ഇതാവത്തുള്ളൂ. മന്ത്രം ചൊല്ലാൻ അറിയാം. അപ്പോൾ കാര്യം ചെയ്യാം. അപ്പൊ അവിടേക്ക് പോയി നമുക്ക് അടുത്ത മാജിക് കാണാം കേട്ടോ.
സാറിനും അതുപോലെ എൻ്റെ പ്രിയ സുഹൃത്ത് സൂരജിനുള്ള നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുന്നു. അതുപോലെ തന്നെ പുതിയ മക്കളെയും കൊണ്ട് ഇവിടെ ചേർക്കാനെത്തിയ പുതിയ രക്ഷിതാക്കൾക്കും പുതിയ കുട്ടികൾക്കും ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും ഇവിടുത്തെ ടീച്ചേഴ്സിനും എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അപ്പോൾ എൻ്റെ അവസാനത്തെ ഒരു ഐറ്റത്തിലേക്ക് കടക്കുകയാണ്. നീ വേണം, നീ നേരത്തെ വന്നിട്ട് വരാം കേട്ടോ. Drop that shit. അപ്പൊ എനിക്ക് നല്ലൊരു കൈഡി വന്നേ. ആ മുട്ടായി കിട്ടിയവരൊക്കെ ഭാഗ്യമാവാൻ, മുട്ടായി കിട്ടാത്തവരൊക്കെ അമ്മ ചോദിച്ചു വാങ്ങിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ മാജിക് ഷോ ഒക്കെ കഴിഞ്ഞ് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് നമ്മൾ എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീണ്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക. പുതുമയാർന്ന മറ്റൊരു സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം.